പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു വേർപൂൾ വാഷിംഗ് മെഷീൻ്റെ ബോർഡ് കിട്ടാനില്ല, ബോർഡ് ഫുള്ള് നാശമായിപ്പോയി. അപ്പം അതിലെങ്ങനെ ഒരു യൂണിവേഴ്സൽ ബോർഡ്, ഒരു ചൈന ബോർഡുണ്ട്, എല്ലാ വാഷിംഗ് മെഷീനിലും സെറ്റ് ചെയ്യാൻ പറ്റിയ യൂണിവേഴ്സൽ ബോർഡുണ്ട്, അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ സാർ, അപ്പോൾ നമ്മളിന്നൊരു വാഷിംഗ് മെഷീൻ്റെ യൂണിവേഴ്സൽ PCB പരിചയപ്പെടാം. ഇതൊരു ചൈനീസ് ബോർഡാണ്, XN6688 എന്ന് പറഞ്ഞ ഒരു ചൈനീസ് ബോർഡാണ്. ഇതിൽ ഞാൻ ഒന്നുകൂടെ കൃത്യമായിട്ട് പറഞ്ഞുതരാം കണക്ഷൻസ്. ഇത് വാഷിംഗ് മെഷീൻ്റെ യൂണിവേഴ്സൽ ബോർഡ് ചെയ്യണമെങ്കിൽ എന്തായാലും ടെക്നിക്കലായിട്ട് ഒരു ഐഡിയ എന്തായാലും വേണം. കുറച്ച് ബേസ് വേണം, മോട്ടറുകൾ, വാൽവുകൾ അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം ചെയ്യണമെങ്കിൽ. എന്നാലും ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഏകദേശം വാഷിംഗ് മെഷീൻ റിപ്പയറിംഗ് ഒക്കെ തുടങ്ങുന്ന ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ യൂണിവേഴ്സൽ ബോർഡിൽ ഈ കാണിച്ചിരിക്കുന്നതാണ് പ്രഷർ സെൻസർ. ഇതിലെല്ലാം ഔട്ടുണ്ടാവും. അപ്പോൾ ഓൾറെഡി വാഷിംഗ് മെഷീൻ്റെ ബോർഡ് അഴിച്ച് കഴിയുമ്പോൾ പ്രഷർ സെൻസറിലേക്കുള്ള വയറുകൾ, പിന്നെ ഡോർ സ്വിച്ചിലേക്കുള്ള വയറുകൾ, പിന്നെ ഇതാണ് ഡ്രെയിൻ വാൽവ്, ഡ്രെയിൻ മോട്ടർ, അതിലേക്കുള്ള വയറുകൾ. ഇത് വാട്ടർ ഇൻലെറ്റ് വാൽവ്, മോട്ടറൈസ്ഡ് വാൽവാണ്. ഇതിലേക്കുള്ള കേബിൾ, മെയിൻ മോട്ടർ. ഇതിലേക്കുള്ള വയറുകൾ ഓൾറെഡി പഴയ ബോർഡിൽ ഉണ്ടാകും. അപ്പം ചിലപ്പോൾ അത് ഒരുമിച്ച് ക്ലിപ്പ് ചെയ്ത് വെച്ചേക്കുന്നതായിരിക്കും. അപ്പം ഓരോരോ വയറുകൾ നമ്മൾ ഒഴിവാക്കിയിട്ട്, ഇത് ഈ ബോർഡിൽ ഇൻഡിക്കേഷൻസ് ആണ്. കൃത്യമായിട്ട് ഇതിൽ കാണിച്ചത് എങ്ങനെയാണോ അതേപോലെ തന്നെ ബോർഡിലും ഉണ്ട്. അപ്പോൾ അതേപോലെയാണ് കണക്ഷൻ ചെയ്യേണ്ടത്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണാം, വളരെ ഈസി ആയിട്ട് കൊടുക്കാം കണക്ഷൻസ്. അപ്പം ഈ കാണിച്ചിരിക്കുന്ന പ്രഷർ സെൻസറാണിത്. ഈ 3 കേബിള്, ഇതാണ് പ്രഷർ സെൻസർ. ഈ പ്രഷർ സെൻസർ ഓണായാൽ മാത്രമേ ഈ ബോർഡ് ഓൺ ആവുള്ളൂ. ഈ പ്രഷർ സെൻസറിന് അപ്പം വാഷിംഗ് മെഷീൻ നമ്മൾ ഒരു യൂണിവേഴ്സൽ ബോർഡ് കയറ്റുമ്പോൾ പഴയ പ്രഷർ സെൻസർ നിർബന്ധമായിട്ട് അയച്ചു കളയണം. ആ പ്രഷർ സെൻസറിൽ കണക്ഷൻ കൊടുത്താൽ ഒരിക്കലും ഈ യൂണിവേഴ്സൽ ബോർഡ് ഓൺ ആവില്ല. പഴയ സെൻസറിൻ്റെയും ഈ യൂണിവേഴ്സൽ ബോർഡിൻ്റെ കൂടെ കിട്ടുന്ന സെൻസറാണ്. ഈ സെൻസർ തന്നെ ഇടണം. പഴയ സെൻസർ വെച്ചാൽ ബോർഡ് ഓൺ ആവില്ല. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഇപ്പോൾ കാണാം. ഇതൊരു അർജൻറ്റായിട്ട് എടുക്കുന്നൊരു വർക്കാണ്, അതുകൊണ്ട് കൃത്യമായിട്ട് വീഡിയോ വ്യക്തമായിട്ട് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും എൻ്റെ വീഡിയോ എടുക്കാനായിട്ട് കൂടെ ആളുമില്ല, അപ്പോൾ ഒറ്റയ്ക്കാണ് ചെയ്തുകൊണ്ട് തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഞാനിതൊന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കാണിച്ചാൽ മോട്ടർ പ്ലസ്, മെയിൻ മോട്ടർ മൈനസ്, ഇതിൽ ഒരു ന്യൂട്രലും കൂടെ ഉണ്ടാവും. ഈ കാണിച്ചിരിക്കുന്ന കപ്പാസിറ്റർ കണക്ഷനാണ്. കാരണം റിവേഴ്സും ഫോർവേഡും ഇത് കറങ്ങുന്ന തന്നെയാണ് കപ്പാസിറ്റർ. ഇതിൻ്റെ പ്ലസ്സിലും മോട്ടർ പ്ലസ് മോട്ടർ മൈനസും കൊടുത്തിട്ടുണ്ട്. രണ്ടിലും ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും. പിന്നെ ഡ്രെയിൻ വാട്ടർ ഈ കണക്ഷൻ പോകുന്നത് കണ്ടില്ലേ, ഡ്രെയിൻ മോട്ടറിലേക്കാണ്. ചില ഡ്രെയിൻ മോട്ടർ 3 പോൾ ഉണ്ടാവും, 3 കണക്ഷൻസ് ഉണ്ടാവും ചില ഡ്രെയിൻ മോട്ടറിൽ. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡ്രെയിൻ വാട്ടർ എന്ന് പറഞ്ഞാൽ ഈ കണക്ഷൻ ഒരു പോളിൽ കൊടുക്കുക. അതായത് 3 പോളിൽ 3 ടെർമിനലിൽ ഒരു ടെർമിനൽ കുറച്ച് വിട്ട് നിൽക്കും, 2 ടെർമിനൽ അടുത്തും ഒരു ടെർമിനൽ കുറച്ച് വിട്ട് നിൽക്കും. ആ വിട്ട് നിൽക്കുന്ന ടെർമിനലാണ് ഡ്രെയിൻ വാട്ടർ എന്നുള്ള കണക്ഷൻ കൊടുക്കുക. ഹാൻഡ് റബ്ബിങ്, ആ കണക്ഷൻ അടുത്ത് നിൽക്കുന്ന ടെർമിനലിൽ 1ാമത്തെ ടെർമിനലിൽ കൊടുക്കുക. സെൻറ്ററിൽ കൊടുക്കേണ്ട ന്യൂട്രലാണ്.
സെൻട്രൽ മോട്ടറിൻ്റെ ന്യൂട്രൽ ഇതെല്ലാം ഈ റെയിൻ വാട്ടർ ന്യൂട്രൽ ഇതിൻ്റെയൊക്കെ ന്യൂട്രൽ ഒരുമിച്ചിട്ട് നമ്മൾ ലൈൻ ഇന്നിൻ്റെ ന്യൂട്രലിൽ കൊടുക്കും കോമൺ. പിന്നെ ഈ എല്ലെന്ന് എഴുതിയത് നേരിട്ട് വരുന്ന ലൈനാണ്, കോഡ് വയർ മുഖേന നേരിട്ട് വരുന്ന ലൈനാണിത്. പിന്നെ ഇത് ഡിസ്പ്ലേൻ്റെ പോർട്ടാണ്, അത് നേരിട്ട് അതിൽ കണക്ട് ചെയ്യണം. ഇത് കാണിച്ചിരിക്കുന്ന ഡോർ സ്വിച്ചാണ്. ഡോർ സ്വിച്ച് കണ്ടില്ലേ? ഡോർ സ്വിച്ച് ഉള്ള മെഷീനാണെങ്കിൽ ആ ഡോർ സ്വിച്ചിൽ നിന്നുള്ള കേബിൾ നേരെ എടുത്ത് കൊണ്ടിട്ട് വൈറ്റ് വയറാണ് ബോർഡിൽ ഉണ്ടാവുക, നേരെ എടുത്ത് കൊണ്ടുകൊണ്ട് ഇങ്ങനെ കണക്ട് ചെയ്യുക. ഇത് സ്വിച്ചാണ് കാണിച്ചിരിക്കുന്നത്. ആ വയർ എടുത്തിട്ട് ഇതിൽ കൊണ്ട് കണക്ട് ചെയ്യുക. ഇവിടെ വയർ ഉണ്ടാവട്ട് അതിൽ കൊണ്ടിട്ട് നമ്മൾ ജോയിൻ്റ് ചെയ്യാം. ഡോർ സ്വിച്ച് ഇല്ലെങ്കിൽ ഇത് ഈ പോർഷൻ ഒഴിവാക്കിയിടാൻ പറ്റില്ല. ഈ ഒഴിവാക്കിയിട്ടാൽ ബോർഡ് ഓൺ ആവില്ല, അല്ല സ്പിന്നാവില്ല. ബോർഡ് ഓൺ ആവും, സ്പിന്നാവില്ല. അപ്പോൾ ഈ ഡോർ സ്വിച്ച് ഷോർട്ട് ആക്കുക, എന്നാലേ സ്പിൻ എന്ന ഫംഗ്ഷൻ വർക്ക് ചെയ്യുള്ളൂ. ഡോർ സ്വിച്ച് ഇല്ലാത്ത മെഷീനാണെങ്കിൽ. ഉള്ളതും ഇല്ലാത്തതും. ഇത് XN6688 എന്ന് പറഞ്ഞ ബോർഡാണ്. സോ ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഗൈസ്, അപ്പം ഇതിൽ കുറച്ച് കണക്ഷൻസ് പറഞ്ഞുതരാം. ഇത് ഒരു ടെക്നിക്കലായിട്ട് കുറച്ച് അറിയുന്ന ഒരാൾക്ക് വാഷിംഗ് മെഷീൻ്റെ വർക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ കാണുന്ന കേബിളാണ് പ്രഷർ സെൻസറിലേക്കുള്ള കേബിള്. ഇതിൽ പ്രഷർ സെൻസറിൻ്റെ നടുക്ക് കോമണ് ലെവൽ 1 എന്ന് പറഞ്ഞത് ലോ ലെവലും ലെവൽ 2 ഹൈ ലെവലും ആയിരിക്കും. ഇത് നേരെ നമ്മളിതാ വയറിനെ കൊണ്ടുവന്ന് പ്രഷർ സെൻസറിലേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തുള്ളത് ഡിസ്പ്ലേൻ്റെ. പിന്നുള്ളത് ന്യൂട്രൽ ആൻഡ് ലൈന് കൊടുക്കുക. ന്യൂട്രൽ കോമൺ അടിക്കുക. മോട്ടറിലേക്കുള്ള ന്യൂട്രും എല്ലാ ന്യൂട്രും കോമൺ അടിച്ചിട്ട് ന്യൂട്രലെ കൊടുക്കുക. ലൈന് വരുന്ന ലൈൻ കൊടുക്കുക. പിന്നെ ഉള്ളത് ആക്ച്വേറ്ററാണ്. അതായത് നോക്കിയോ, ഇത് ആക്ച്വേറ്റർ 2 പോളുള്ള ആക്ച്വേറ്റർ, ന്യൂട്രും ഒരു ലൈനും മാത്രമുള്ളതാണെങ്കിൽ ഇങ്ങനെ കൊടുക്കുക. ഹാൻഡ് വാഷ് എന്നുള്ള പമ്പ് എന്നുള്ള ആ ലീഡ് ഒഴിവാക്കിയിടുക. ഹാൻഡ് വാഷും ന്യൂട്രലും കൊടുക്കുക. ട്രെയിൻ മോട്ടറിലേക്കുള്ള കണക്ഷനാണ്. പിന്നെ ഇതാ വാട്ടർ ഫിൽ ഇൻലെറ്റ്, അത് വാട്ടറിൻ്റെ ഫുൾ ഓട്ടോമാറ്റിക്കാണ്. അപ്പം വാട്ടറിൻ്റെ ആക്ച്വേറ്ററിലേക്കുള്ളതാണ് പമ്പ്. കാണിച്ചു തരാം. കൊടുത്തിരിക്കുന്ന ലൈൻ ഇതാണ്. ഇൻഫിറ്റ്, അതായത് വെള്ളം ഉള്ളിലോട്ട് കൺട്രോൾ ചെയ്യുന്നത്, വാഷിംഗ് മെഷീനുള്ളിലേക്ക് വീഴുന്ന വെള്ളത്തിന് കൺട്രോൾ ചെയ്യുന്ന പമ്പാണ്. നമ്മൾ കൊടുത്തിരിക്കുന്നത് വയർ ഇതാണ്. വയർ. പമ്പിൻ്റെ ന്യൂട്രൽ കോമൺ ആയിരിക്കും. ന്യൂട്രൽ കോമൺ ആണ് നമ്മൾ അടിക്കൽ. പിന്നെ വരുന്നത് ഡ്രെയിൻ മോട്ടറിന് കണക്ഷൻ. ഡ്രെയിൻ മോട്ടറിന് ന്യൂട്രൽ കോമൺ ആയിരിക്കും, ലൈൻ മാത്രമേ ഇവിടുന്ന് പോകുള്ളൂ. അതാണ് കണക്ഷൻ. ഡ്രെയിൻ മോട്ടർ ഇതാ ബ്ലൂ ലൈൻ. ആ ഡ്രെയിൻ മോട്ടർ ഇവിടെയാണ് വരുന്നത്. ഇതാണ് ആ കേബിളോട് കുറച്ച് ഇരുട്ടാണ്, വെളിച്ചം തീരില്ല. ഇതാണ് ആ കേബിള് ഡ്രെയിൻ മോട്ടറിലേക്കുള്ളത്. പിന്നെ ഉള്ളത് കപ്പാസിറ്ററാണ്.
പോസിറ്റീവ് കണക്ഷൻ നമ്മൾ ചെയ്യേണ്ട ഓൾറെഡി ഉള്ളതായിരിക്കും. പിന്നെ മോട്ടറിലേക്ക് പോകുന്ന ഫാൻ ഉണ്ടാവും, യെല്ലോ, ബ്ലാക്ക്, റെഡ്. അത് ബ്ലാക്ക് കോമൺ ആയിരിക്കും. നമ്മൾ കൊണ്ടുവന്നിട്ട് ഇതാണ് യെല്ലോ, റെഡ്, ബ്ലാക്ക് നമ്മളിവിടെ കോമൺ അടിച്ചു. യെല്ലോ റെഡിന് ഇതിൽ ഇതാണ് മോട്ടറിന് എം പ്ലസ് എന്ന് പറഞ്ഞാൽ ബ്ലൂ ആണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് വരുമ്പോൾ റെഡാണ് വരിക. എം മൈനസ് എന്ന് പറയുമ്പോൾ യെല്ലോ ആണ്. ഇതിൽ വരുമ്പോൾ റെഡാണ് വരിക, എം മൈനസ്. നമ്മൾ യെല്ലോട്ട് കൊടുത്തു. ഇത്രയോട് സിമ്പിളാണ് കണക്ഷൻ. നമുക്ക് ഇതിനൊന്ന് ഓണാക്കി നോക്കാം. ഡോർ സ്വിച്ച് ഉണ്ട്. ഡോർ സ്വിച്ചിൻ്റെ കൺട്രോൾ മറക്കരുത്. ഡോർ സ്വിച്ച് ഡോറിന് വരുന്ന വേറെ പൊളാരിറ്റി ഒന്നുമില്ല. ഇതിൽ 2 വൈറ്റാണ് ഡോർ സ്വിച്ചിൻ്റെ. ഡോർ സ്വിച്ചിൽ വരുന്ന സ്ഥലത്തേക്ക് തന്നെ കൊടുത്തേക്കാം. ഡോർ സ്വിച്ച് ഇല്ലാത്ത ഇതാണെങ്കിൽ ഈ 2 വയറും കൂടെ ഷോർട്ട് ചെയ്തിട്ട് ടേപ്പ് അടിച്ചിട്ടേക്കാം. ഇത് ഡോർ സ്വിച്ചുള്ള ടൈപ്പാണ്. അപ്പം ഞാൻ കണക്ഷൻസ് അടിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, ഓരോ വയറുകളും ബോർഡിൽ നിന്ന് വരുന്ന ഓരോ വയറും ഇതിലേക്ക് ജോയിൻ്റ് ചെയ്തു. എന്നിട്ട് റബ്ബർ നമ്മുടെ സ്ലീവ് ഉണ്ട്, ഹീറ്റിംഗ് സ്ലീവ് ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ സ്ലീവിനെ ഹീറ്റ് ചെയ്ത് നോക്കാം. ലൈറ്ററോ അല്ലെങ്കിൽ അയണായിട്ട് ഈ ഹീറ്റ് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെല്ലാ കണക്ഷനും ഹീറ്റ് ചെയ്ത്, സ്ലീവൊക്കെ ഹീറ്റ് ചെയ്ത് ഇൻസൈഡ് ടൈപ്പ് അടിക്കാൻ നിൽക്കരുത്. ഇതുപോലെ തന്നെ റബ്ബർ സ്ലീവ് ഇട്ട് തന്നെ സ്ലീവ് ചെയ്യാൻ നോക്കുക. ഇൻസൈഡ് ടൈപ്പ് അടിച്ചാൽ ലീക്കേജ് വരും. അഡ്ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീൻ സംഭവം ഓക്കെ ആയിട്ടുണ്ട്. ഫങ്ഷൻസ്, വാട്ടർ ലെവല്, ചെക്ക് ചെയ്യാം. എനിക്ക് കാണാം അങ്ങനെ ഓക്കെ ആയിട്ട്. ഇനി നമുക്കതൊന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഓൺ ചെയ്തിട്ട് ഓരോ ഫങ്ഷൻസ് നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ വാട്ടർ ഫ്ലോ ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വാഷും സ്പിന്നും ചെക്ക് ചെയ്യാം. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ വാഷിംഗ് ഓക്കെ ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഒരു യൂണിവേഴ്സൽ ബോർഡ്, ഒരു വാഷിംഗ് മെഷീൻ. കിട്ടാത്തൊരു വാഷിംഗ് മെഷീൻ, അതായത് ബോർഡ് കിട്ടാത്തൊരു വാഷിംഗ് മെഷീനൊക്കെയാണ് നമുക്ക് യൂണിവേഴ്സൽ ബോർഡ് കയറ്റാൻ പറ്റും സിമ്പിളായിട്ട്. ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ബോർഡിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാൻ ഇടുന്നതാണ്. ഇത് അർജൻറ്റായിട്ടുള്ളൊരു വർക്ക് ആയതുകൊണ്ട് അധികം എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇത് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാവുന്ന ഒന്നാണ് വാഷിംഗ് മെഷീനിൽ യൂണിവേഴ്സൽ ബോർഡ് കയറ്റുന്നത്. സോ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ മറ്റൊരു ദിവസം ഞാൻ ഇടാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.